നൈസർഗിക സൗന്ദര്യത്താൽ അനുഗ്രഹീതമായ പശ്ചിമഘട്ട മലനിരകളുടെ മടിത്തട്ടിൽ കേരളവും തമിഴ്നാടും തമ്മിൽ ഹൃദയബന്ധം സ്ഥാപിക്കുന്ന അതിർത്തിയിലാണ് ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമല ധർമ്മശാസ്താവിന്റെ യാത്രയുമായി അഭേദ്യമായ ബന്ധമുള്ള കുളത്തൂപ്പുഴ, ആര്യങ്കാവ്, അച്ചൻകോവിൽ, ശബരിമല, കാന്തമല എന്നിവ ഉൾപ്പെട്ട പഞ്ചശാസ്താ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ശബരിമല തീർത്ഥാടനത്തിന്റെ മണ്ഡലകാലം ആരംഭിക്കുമ്പോൾ ഇരുമുടിക്കെട്ടുമായി മലചവിട്ടുന്ന ഓരോ അയ്യപ്പനും ഈ ക്ഷേത്രങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം വളരെ വലുതാണ്. അയ്യപ്പന്റെ ജീവിതത്തിലെ 3 സുപ്രധാന ഘട്ടങ്ങളായ ബാല്യം, അത് കുളത്തൂപ്പുഴയിൽ, കൗമാരവും യൗവനവും ആര്യങ്കാവിൽ, ഗൃഹസ്ഥാശ്രമം അച്ചൻകോവിലിൽ, ഇവ പ്രതിനിധീകരിക്കുന്ന ഐതിഹ്യങ്ങൾ ഈ ക്ഷേത്രങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇവയിൽ കൗമാരശാസ്താവായി വിവാഹത്തിനായി ഒരുങ്ങുന്ന ഭാവത്തിൽ കുടികൊള്ളുന്ന ആര്യങ്കാവ് ക്ഷേത്രത്തിന് അതിൻ്റേതായ തനിമയുണ്ട്. മണ്ഡലപൂജയും ആര്യങ്കാവിലെ തൃക്കല്യാണവും അച്ചൻകോവിലിലെ രഥോത്സവവും ഒരേ ദിവസമാണ് നടക്കുന്നത് എന്ന പ്രത്യേകത ഈ ക്ഷേത്രങ്ങളെ തീർത്ഥാടന പാതയിലെ ഒരേ ചങ്ങലയിൽ കണ്ണികളാക്കുന്നു. കൗമാരഭാവത്തിലുള്ള ശാസ്താവാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പുഷ്കലാദിയോടുകൂടി കൗമാരഭാവത്തിലുള്ള ശാസ്താവാണ്. ഇവിടെ മദഗജ വാഹനമായിട്ടാണ് ഭഗവാൻ കുടികൊള്ളുന്നത്. ജ്വാലാകിരീടത്തോടുകൂടി കയ്യിൽ നീലത്താമരയോട് കൂടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പ്രതിഷ്ഠമായിരിക്കുന്നത്. ശ്രീകോവിലിനകത്ത് മഹാദേവനും പുഷ്കലാദേവിയോടും കൂടിയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. ആര്യങ്കാവ് ക്ഷേത്രത്തിന്റെ കേന്ദ്രബിന്ദു അവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ കൗമാരശാസ്താവ് അഥവാ ബാല അയ്യപ്പനാണ്. അയ്യപ്പന്റെ ജീവിതത്തിലെ കൗമാരഘട്ടത്തെയാണ് ഈ ഭാവം പ്രതിനിധീകരിക്കുന്നത്. ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ശാസ്താവിന്റെ വിഗ്രഹം കൗമാരഭാവത്തിലാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ദേവൻ ആനപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് ഇവിടെ കാണപ്പെടുന്നത് എന്നതാണ്. തന്റെ ബാല്യകാലത്ത് പുലിപ്പാലിനായി വനത്തിലൂടെ നടത്തിയ സാഹസിക സഞ്ചാരത്തെയും വന്യമൃഗങ്ങളെ കീഴ്പ്പെടുത്തിയ അയ്യപ്പന്റെ ശൗര്യത്തെയും ഈ ആനപ്പുറത്തെ ഇരിപ്പ് സൂചിപ്പിക്കുന്നു. ഇരിപ്പിന്റെ രീതിയും പ്രധാനമാണ്. വലതുകാൽ താഴേക്ക് തൂക്കിയിട്ടും ഇടതുകാൽ മടക്കിവെച്ചുമാണ് ഇരിപ്പ്. ഇത് യൗവനത്തിലേക്കുള്ള പരിണാമത്തെയും സാഹസിക യാത്രകൾക്കൊടുവിലെ വിശ്രമത്തെയും ധ്യാനാത്മകമായ അവസ്ഥയെയും ദർശിക്കാൻ സഹായിക്കുന്നു. കൂടാതെ വിഗ്രഹം ശ്രീകോവിലിന്റെ നടയ്ക്ക് നേരെ ദർശനമായല്ല സ്ഥാപിച്ചിരിക്കുന്നത്, മറിച്ച് അത് വലതുമൂലയിലേക്ക് അല്പം ചെരിഞ്ഞ നിലയിലാണ്. ഇത് തൃക്കല്യാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ഐതിഹ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. തമിഴ്നാട്ടിലുള്ള വധുവിന്റെ വീട്ടിലേക്ക് തിരിഞ്ഞിരിക്കുന്നു എന്നൊരു വിശ്വാസം ഇതിനു പിന്നിലുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ ആരാധനാ രീതികളിലും ഐതിഹ്യപരമായ പ്രാധാന്യത്തിലും ഒരു പ്രത്യേകത നൽകുന്നു. ആര്യങ്കാവ് ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ത്രിമൂർത്തി സങ്കല്പത്തിന് പ്രാധാന്യം നൽകുന്നു. മധ്യത്തിൽ കൗമാരശാസ്താവ്, ഇടതുവശത്ത് പൂർണാദേവി അഥവാ മാമ്പഴത്തറ ഭഗവതി, പുഷ്കല, വലതുവശത്ത് ശിവൻ എന്നിവരെ ഒരുമിച്ചാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശാസ്താവ് ദേവീ സമേതനായി കുടികൊള്ളുന്നു എന്നത് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഡിസംബർ 16-ാം തീയതിയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്കുള്ള തിരുവാഭരണം എത്തിക്കുന്നത്. പുനലൂർ കൃഷ്ണൻകോവിൽ നിന്നും രാവിലെ 9 മണിക്ക് ശേഷം തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ച് പാലരുവി ജംഗ്ഷനിൽ എത്തിച്ചേരുകയും അവിടുന്ന് 5 മണിക്ക് ശേഷം ഘോഷയാത്ര ആരംഭിച്ച് ക്ഷേത്രസന്നിധിയിലെത്തി ദീപാരാധന നടത്തുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡിസംബർ 25-ാം തീയതിയാണ് നമ്മുടെ ക്ഷേത്രത്തിനുമായിട്ടുള്ള വലിയ ഘോഷയാത്ര നടക്കുന്നത്. ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം അഞ്ജന പാഷാണം എന്ന പ്രത്യേകതരം കല്ലുകൊണ്ട് നിർമ്മിച്ചതായിരുന്നു. കാലക്രമേണ ഈ വിഗ്രഹം ഉടഞ്ഞതിനെ തുടർന്ന് പഞ്ചലോഹം കൊണ്ടുള്ള പുതിയ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. എങ്കിലും ഭക്തർക്ക് ഇപ്പോഴും മൂലവിഗ്രഹത്തിൽ പൂജകൾ അർപ്പിക്കാൻ സാധിക്കുന്നു. ആര്യങ്കാവ് ക്ഷേത്രത്തെ ലോകശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നതും ഏറ്റവും അത്യപൂർവവുമായ ആചാരവും ധനുമാസത്തിൽ നടക്കുന്ന തൃക്കല്യാണ മഹോത്സവമാണ്. ഇത് അയ്യപ്പൻ മാമ്പഴത്തറ ഭഗവതിയെ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നതിന്റെ ഓർമ്മ പുതുക്കലാണ്. അയ്യപ്പൻ ഗൃഹാസ്ഥമഭാവത്തിൽ കുടികൊള്ളുന്നു എന്നത് വിശ്വസിക്കപ്പെടുന്നതും ഈ ചടങ്ങുകൾ കൊണ്ടാണ്. തൃക്കല്യാണവുമായി ബന്ധപ്പെട്ട് പ്രചാരത്തിലുള്ള ഐതിഹ്യം വളരെ ഹൃദയസ്പർശിയാണ്. പണ്ട് കേരളത്തിലെ ഒരു രാജാവിന് പട്ടുവസ്ത്രം നൽകാനായി തമിഴ്നാട്ടിൽ നിന്ന് ഒരു സൗരാഷ്ട്ര ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ മകളും യാത്ര ചെയ്യുകയായിരുന്നു. തെന്മലയിലെ വനമേഖലയിൽ വെച്ച് അവരെ ഒരു കാട്ടാന ആക്രമിക്കാൻ ശ്രമിച്ചു. ആപൽഘട്ടത്തിൽ കാട്ടാളവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട ശാസ്താവ് ബ്രാഹ്മണനെയും മകളെയും രക്ഷിച്ചു. തനിക്ക് ചെയ്ത സഹായത്തിന് പ്രത്യുപകാരമായി ബ്രാഹ്മണൻ തന്റെ 14 വയസ്സുള്ള മകളെ കാട്ടാളവേഷധാരിയായ ശാസ്താവിന് വിവാഹം കഴിച്ചുകൊടുക്കാൻ തയ്യാറായി.
ആര്യങ്കാവിൽ വെച്ച് വിവാഹത്തിന്റെ എല്ലാ ചടങ്ങുകളും നിശ്ചയിച്ചു. എന്നാൽ താലി കെട്ടാറായപ്പോൾ വധു, അതായത് മാമ്പഴത്തറ ഭഗവതി, രജസ്വലിയായി. ഈ അറിയിപ്പ് വന്നതോടെ ശുദ്ധിയുടെ പേരിൽ കല്യാണം മുടങ്ങി. ഈ ഐതിഹ്യത്തിന്റെ ഓർമ്മ പുതുക്കലായാണ് എല്ലാ വർഷവും ധനുമാസത്തിലെ തൃക്കല്യാണം ആഘോഷിക്കുന്നത്. ഇപ്രാവശ്യം 26-ാം തീയതി തൃക്കല്യാണവും 25-ാം തീയതി പാണ്ഡ്യമുടിപ്പോടു കൂടിയാണ് ഉത്സവം ആരംഭിക്കുന്നത്. പ്രധാന 2 ദിവസമാണ് ഈ പാണ്ഡ്യൻ മുടിപ്പ് തൃക്കല്യാണം. പ്രാവശ്യം വരുന്നത് 25, 26. അതിൽ പങ്കെടുക്കുന്നത് ദേവസ്വം ബോർഡ് അധികാരികൾ, ഭക്തജനങ്ങൾ, ഉപദേശ സമിതി അംഗങ്ങൾ, മധുര സൗരാഷ്ട്ര വിഭാഗം എന്ന് പറയുന്നൊരു പ്രത്യേക വിഭാഗം ആൾക്കാരുടെ സൗരാഷ്ട്ര മഹാജന സംഘം, പെൺവീട്ടുകാരായിട്ട് പുഷ്കലാദേവിയുടെ ആളുകളായിട്ട് മധുര സൗരാഷ്ട്ര മഹാജന സംഘവും, ഭഗവാന്റെ വരൻ്റെ ആൾക്കാരായി ദേവസ്വം ബോർഡും ഭക്തജനങ്ങളും കൂടെ ചേർന്നാണ് ഈ തൃക്കല്യാണം സാധാരണയായി നടത്തി വരുന്നത്. ശാസ്താവിന്റെ തൃക്കല്യാണ ഉത്സവം കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും സാംസ്കാരിക സൗഹൃദത്തെ ദൃഢമാക്കുന്ന ഒരു ചടങ്ങു കൂടിയാണ്. ക്ഷേത്രത്തിലെ നിത്യപൂജകൾ കേരളീയ ആചാരപ്രകാരമാണെങ്കിലും ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകൾ തമിഴ് പാരമ്പര്യ രീതിയിലാണ് നടത്തപ്പെടുന്നത്. ഈ ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നിന്ന് മംഗല്യച്ചരട് അല്ലെങ്കിൽ മംഗല്യപ്പട്ട് നൽകുന്ന ഒരു പ്രധാന ചടങ്ങുണ്ട്. ഇത് സ്വീകരിക്കുന്ന അവിവാഹിതരായ പെൺകുട്ടികൾക്ക് വൈകാതെ തന്നെ വിവാഹം നടക്കും എന്നൊരു അടിയുറച്ച വിശ്വാസവുമുണ്ട്. തൃക്കല്യാണ ഐതിഹ്യത്തിൽ ശാസ്താവിന് വിവാഹം കഴിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ഈ ചടങ്ങ് ഭക്തർക്ക് മംഗല്യഭാഗ്യം നൽകുന്നു. ഈ ചടങ്ങുകൾ നടക്കുമ്പോഴും ശാസ്താവ് ബ്രഹ്മചാരിയായിട്ടാണ് അറിയപ്പെടുന്നത് എന്നൊരു വിശ്വാസ വൈരുദ്ധ്യം ഇതിലുണ്ട്. എങ്കിലും ക്ഷേത്രത്തിൽ പൂർണ്ണ പുഷ്കല ദേവിമാരുടെ സാന്നിധ്യവുമുണ്ട്. ഈ വൈരുദ്ധ്യത്തിന് നൽകപ്പെടുന്ന ആത്മീയ വ്യാഖ്യാനം ഇങ്ങനെയാണ്: ശാസ്താവ് തൻ്റെ ഭക്തർക്ക് അനുഗ്രഹം നൽകാനായി വിവാഹത്തിനൊരുങ്ങുന്നു. എന്നാൽ തൻ്റെ ബ്രഹ്മചര്യ സങ്കല്പം നിലനിർത്താൻ വിവാഹം പൂർത്തിയാക്കാതെ മാറ്റിവെക്കുന്നു. കൊല്ലം തിരുമംഗലം ദേശീയപാതയുടെ ഓരത്ത് 35 അടി താഴ്ചയിലാണ് ആര്യങ്കാവ് ശാസ്താക്ഷേത്രം. ഈ പ്രത്യേക നിർമ്മാണ രീതി ക്ഷേത്രത്തിന് തണുപ്പും ഏകാന്തതയും നൽകുന്നു. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ ശൈലി കേരളീയ വാസ്തുവിദ്യയും ദ്രാവിഡ നിർമ്മാണ ശൈലിയും സമന്വയിപ്പിച്ചുള്ള ഒരു പ്രത്യേകതയാണ് പ്രകടിപ്പിക്കുന്നത്. ദ്രാവിഡ വാസ്തുവിദ്യയുടെ സ്വാധീനം ഏറ്റവും നന്നായി കാണുന്നത് തൃക്കല്യാണ മണ്ഡപത്തിലാണ്. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മണ്ഡപം ദ്രാവിഡ ശൈലിയുടെ പ്രത്യേകതയായ ഉയരമേറിയ തറയോടുകൂടിയ നിർമ്മിതിയാണ്. കൂടാതെ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങുന്ന പടവുകൾക്ക് പകുതി ഇറങ്ങുമ്പോൾ ഇടതുവശത്തായി അയ്യപ്പന്റെ കാവൽ ദൈവങ്ങളായ കറുപ്പസ്വാമിയെയും കറുപ്പായി അമ്മയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ വ്യാപകമായി ആരാധിക്കപ്പെടുന്ന ഈ ദേവതകളുടെ സാന്നിധ്യം ക്ഷേത്രം തമിഴ് ആരാധനാക്രമങ്ങൾക്കും ആചാരങ്ങൾക്കും നൽകുന്ന പ്രാധാന്യം വെളിപ്പെടുത്തുന്നു. ഇത് കേരളീയ ദ്രാവിഡ സംസ്കാരങ്ങളുടെയും ആരാധനാ രീതികളുടെയും സങ്കലനം ക്ഷേത്രത്തിൻ്റെ വാസ്തുവിദ്യയിലും അനുഷ്ഠാനങ്ങളിലും എങ്ങനെ പ്രതിഫലിക്കുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ്. ആര്യങ്കാവ് ശാസ്താക്ഷേത്രത്തിന് മാത്രമായി ചില അത്ഭുത പ്രതിഭാസങ്ങളും ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുമുണ്ട്. അതിലൊന്ന് എല്ലാ വർഷവും 10-ാം ഉദയം ദിവസം സംഭവിക്കുന്നതാണ്. ഈ ദിവസം ഉദയസൂര്യൻ്റെ രശ്മി നേരിട്ട് പ്രതിഷ്ഠയിലേക്ക് പതിക്കുന്നു. ഈ പ്രതിഭാസം ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന ഗണിതശാസ്ത്രപരമായ കൃത്യതയോടും ദീർഘവീക്ഷണത്തോടും കൂടിയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നതിന് തെളിവാണ്. കൂടാതെ ക്ഷേത്രത്തിൻ്റെ പ്രകൃതിപരമായ പശ്ചാത്തലവും ശ്രദ്ധേയമാണ്. ക്ഷേത്രത്തിന് തൊട്ടടുത്തുകൂടി കല്ലടയാർ ഒഴുകുന്നു. വനവും ഈ പുഴയുടെ സാമീപ്യവും ചേർന്ന ഭൂപ്രകൃതി ക്ഷേത്രത്തിന് ഒരു വനശാസ്താക്ഷേത്രത്തിൻ്റെ തനിമയും ഭാവവും നൽകുന്നു. വൃശ്ചിക മാസത്തിൽ 1-ാം തീയതി മുതൽ തന്നെ എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പുറത്തു നിന്നൊക്കെ വരുന്ന സമയത്ത് അവർക്ക് തങ്ങാനുള്ള സൗകര്യങ്ങൾ നമുക്ക് കുറവായിരുന്നു. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. മണ്ഡലകാലത്ത് ശബരിമല തീർത്ഥാടകർക്ക് ബാല്യം മുതൽ ഗൃഹസ്ഥാശ്രമം വരെയുള്ള ശാസ്താവിൻ്റെ 3 പ്രധാന ഭാവങ്ങൾ ദർശിക്കാനുള്ള അവസരം ആര്യങ്കാവ് ക്ഷേത്രം ഒരുക്കുന്നു. കുളത്തൂപ്പുഴയിലെ ബാല്യഭാവത്തെയും അച്ചൻകോവിലിലെ ഗൃഹസ്ഥാശ്രമ ഭാവത്തെയും ആര്യങ്കാവിലെ കൗമാരഭാവം സന്തുലിതമാക്കുന്നു. ആര്യങ്കാവ് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം ഒരു ദിവസം 7 നേരം പൂജ നടത്തുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇത് ക്ഷേത്രത്തിൻ്റെ നിത്യനിദാന ക്രമങ്ങളുടെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ക്ഷേത്രത്തിലെ ആചാരങ്ങളെ 2ആയി തിരിക്കാം. നാലമ്പലത്തിനുള്ളിലെ നിത്യപൂജകൾ മലയാള ആചാരപ്രകാരമാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ധനുമാസത്തിലെ തൃക്കല്യാണം ഉൾപ്പെടെയുള്ള പ്രധാന ഉത്സവ ചടങ്ങുകൾക്ക് തമിഴ് ആചാര ശൈലിയാണ് പ്രാമുഖ്യം നൽകുന്നത്. അയ്യപ്പന്റെ കഥയുമായി ബന്ധപ്പെട്ട തമിഴ്നാടൻ പശ്ചാത്തലത്തെയും കേരളത്തിന്റെ ശാക്തേയ പാരമ്പര്യത്തെയും ഒരുപോലെ ഉൾക്കൊള്ളാൻ ഈ ക്ഷേത്രത്തിന് കഴിയുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ സാംസ്കാരിക കൈമാറ്റം.
ഇത് കേരളീയ ദ്രാവിഡ ആചാരങ്ങളുടെ മനോഹരമായ സംയോജനത്തിലൂടെ ക്ഷേത്രത്തിന് ഒരു സാംസ്കാരിക പൈതൃകം കൂടി നൽകുന്നു. ശബരിമലയിലെ പോലെ ഇവിടെയും 10 വയസ്സിനും 50 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 4 അമ്പലത്തിനുള്ളിൽ പ്രവേശനം അനുവദിച്ചിരുന്നില്ല. കൗമാരഭാവത്തിൽ, അതായത് അവിവാഹിതനായ അല്ലെങ്കിൽ വിവാഹത്തിന് ഒരുങ്ങുന്ന ശാസ്താവ് ഇവിടെ കുടികൊള്ളുന്നു എന്ന വിശ്വാസമാണ് ഈ ആചാരത്തിന് പിന്നിൽ. ആര്യങ്കാവ് ശ്രീധർമ്മശാസ്താ ക്ഷേത്രം, അതിൻ്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം, അതുല്യമായ വാസ്തുവിദ്യ, വിവാഹം പൂർത്തിയായിട്ടില്ല എന്ന ഐതിഹ്യം പേർന്ന തൃക്കല്യാണ മഹോത്സവം, കൗമാരശാസ്താവിൻ്റെ സവിശേഷ ഭാവം എന്നിവയാൽ തീർത്ഥാടന ഭൂപടത്തിൽ ഒരു പ്രത്യേക സ്ഥാനമർഹിക്കുന്നുണ്ട് ഈ ക്ഷേത്രം. അയ്യപ്പൻ്റെ ജീവിതയാത്രയിലെ ഒരു പ്രധാന ഇടത്താവളമായി ഈ ക്ഷേത്രം നിലകൊള്ളുന്നു. പൂർണ്ണ പുഷ്കലാദേവിമാരുടെ സാന്നിധ്യം ഗൃഹസ്ഥാശ്രമ ഭാവത്തെ സൂചിപ്പിക്കുന്നുവെങ്കിലും വിവാഹം മുടങ്ങുന്ന ചടങ്ങ് അയ്യപ്പൻ്റെ ബ്രഹ്മചാരി സങ്കല്പത്തെ ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട്. കൊല്ലം ചെങ്കോട്ട റോഡിലെ ഈ ക്ഷേത്രം കേരളീയരും തമിഴരും ഒരേ മനസ്സോടെ ആചാരങ്ങൾ പങ്കുവെക്കുന്ന സാംസ്കാരിക സൗഹൃദത്തിൻ്റെ ഉജ്ജ്വലമായ ദൃഷ്ടാന്തമാണ്. മണ്ഡലകാലത്ത് ഭക്തിയുടെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തിൻ്റെയും സംഗമഭൂമിയായ ഈ ക്ഷേത്രത്തിലെ ദർശനം ഓരോ അയ്യപ്പ ഭക്തനും ആത്മീയമായ ഉണർവ് നൽകുന്ന കാലാതിവർത്തിയായ ഒരനുഭവമാണ്.